ആ മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, തസ്ഖറുബി ഔ തദ്ഹഖുബി വഅൻതൽ മലിക്, പടച്ചോനെ നീ രാജാതിരാജനല്ലേ, നീ എന്നെ പരിഹസിക്കുകയാണോ, എന്നെ കൊണ്ട് നീ ചിരിക്കുകയാണോ? റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആ മനുഷ്യൻ ചോദിക്കും. അപ്പോൾ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയുകയാണ്, അങ്ങനെ ആ മനുഷ്യൻ ചോദിക്കുമ്പോൾ ഫലഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയാണ്, ഈ സംഭവം വിവരിച്ചിട്ട് നബിതങ്ങൾ വിവരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നബിതങ്ങളെ ഞാൻ കണ്ടു, ലഹിക, നബിതങ്ങൾ ചിരിച്ചതായിട്ട്, ഹത്താ ബദത്ത് നവാജിദുഹു, തങ്ങളുടെ അണപ്പല്ലുകൾ വ്യക്തമാകുന്ന നിലയിൽ തങ്ങൾ ചിരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. ഫക്കാന യഖൂൽ, എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞിരുന്നു ദാലിക അദ്ന അഹ്ലിൽ ജന്നത്തി മൻസില, ഇതാണ് സ്വർഗവാസികളിൽ ഏറ്റവും താഴേക്കിടയിലുള്ള താഴ്ന്ന ഭവനം, ദുന്യാവും അതിൻ്റെ 10 ഇരട്ടി വലിപ്പവുമുള്ള സ്വർഗം. ഏറ്റവും താഴ്ന്ന പദവിയാണത്. അവസാനമായി നരകത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് അവസാനമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നയാൾക്ക് കൊടുക്കുന്ന പദവിയാണ് ദുന്യാവും അതിൻ്റെ 10 ഇരട്ടി വലിപ്പമുള്ള സ്വർഗം. പ്രിയമുള്ള സത്യവിശ്വാസികളെ മനസ്സിലാക്കണം, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിതങ്ങളോട് അള്ളാഹുവിനോട് ചോദിച്ചതായിട്ട് നബിതങ്ങൾ പറഞ്ഞത് മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൂസാ നബി അള്ളാഹിനോട് ചോദിച്ചു, മാ അദിന അഹ്ലിൽ ജന്നത്തി മൻസില, സ്വർഗവാസികളിൽ ഏറ്റവും താഴ്ന്ന സ്വർഗം ലഭിക്കുന്ന ആളേതാ, ഏത് സ്ഥാനമാണ്, ഏത് പദവിയാണ് ഏറ്റവും താഴ്ന്ന പദവി? അള്ളാഹ് പറയും മൂസാ നബിയോട്, ഹുവ റജുലുൻ യജീഉ ബഅദ മാ ഉദ്ഖില അഹ്ലുൽ ജന്നത്തി അൽ ജന്ന, സ്വർഗവാസികളെല്ലാം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടതിന് ശേഷം ഒരാൾ വരും, അയാളോട് ഉദ്ഖിൽ ജന്നത്ത, നീ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയും. അപ്പോൾ അയാൾ ചോദിക്കും, ഐ റബ്ബി കൈഫ വഖദ് നസല നാസു മനാസിലഹും വഅഖദു വഖദാതിഹിം,